മണികളെ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നമ്മളെ കൂടിയിൽ ഉസ്താദമാർക്ക് ചെലവുണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉസ്താദമാർക്ക് ചെലവുള്ള ദിവസം നമ്മളെ കൂടിയിൽ ഒരു പെരുന്നാൾ മാതിരിക്കാർ, അതുപോലെ തന്നെ ഒരാഴ്ച മുമ്പ് ഇതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവും. ചെലവിന്റെ ഓരോ ദിവസം അങ്ങനെ അടുക്കുന്തോറും ഉസ്താദമാർക്ക് എന്തുണ്ടാക്കി കൊടുക്കുന്നു വിചാരിച്ച് തിന്നൂല്ല, കുടിച്ചൂല്ല, ഉറക്കമില്ല, കെട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഉസ്താദമാരെ ചെലവ് കെച്ചട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കണ, ബേജാറായി നടക്കണ വീട്ടമ്മമാർക്കുള്ള വീഡിയോ ആണിത്. നാട്ടുമ്പുറങ്ങളിലെ ഉസ്താദമാർക്ക് ചെലവുള്ള ദിവസം ആ പെരയിൽ വേറെ ലെവലാണ്, ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പൊ എന്തായാലും ഇതൊന്ന് പരീക്ഷ നോക്കി ഉപകാരത്തിൽ. 1 കിലോനും 200 ഗ്രാമും ഇറച്ചി ഞാനിവിടെ മുറിച്ച് കെക്കി വൃത്തിയാക്കി മൺചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 7 വെളുത്തുള്ളി, 3 പച്ചമുളക്, 2 ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചിലെ പീസ് ചതച്ചിട്ട് നേരെ നമ്മൾ ഇറച്ചിയുടെ മുകൾക്കാണ് ഇട്ട് കൊടുക്കുക. കൂടുതൽ ചിന്തിച്ചാൽ എന്തിച്ച് നല്ല വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി 4 സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എന്തിച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഉസ്താദുമാർ എരിവ് കൂട്ടുമല്ലെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ വലിയ ഒലിവ് നോക്കിയിട്ട് ഒരു പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അജിന്റെ ഉള്ളനാടിയിൽ കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ ഏലക്കായി, അതുപോലെ തന്നെ ഒരു 3 പീസ് പട്ട. അളവും കാര്യങ്ങളൊന്നുമില്ല, ഗ്രാമ്പും തന്നെ കജിന്റെ ഉള്ളനാടിയിൽ എത്ര കൊള്ളിച്ചെങ്കിൽ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കുക, വറുത്തരച്ച മല്ലിയാണ്, അതുകൊണ്ട് പിന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ഇറച്ചി മസാലങ്ങളെ സാമ്പത്തികത്തിനനുസരിച്ച് കൂട്ടും ചിച്ച കുറക്കും ചിച്ച എല്ലാച്ചിട്ട് കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്താ കുറച്ച് വെളിച്ചെണ്ണി അളന്ന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണ്ടെങ്കിൽ അത്ര ഒഴിക്കുക. എണ്ണ കയറിച്ചിട്ട് ഒന്നും പറ്റൂല. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും പാടെ എത്തിച്ചിട്ടേ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അതാണ് നമ്മൾ ചിച്ചൺ. ഇപ്പൊ കജ്ജോണ്ട് കുഴക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. സ്പൂൺ ആണെങ്കിൽ എത്രയും നല്ലതാണ്. എന്താ വെച്ചാൽ കജ്ജോണ്ട് കുഴക്കണേ എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തും. എല്ലുണ്ടെങ്കിൽ കജ്ജമത്തിട്ട് നോക്കിക്കൊള്ളുണ്ട്, കജ്ജമ മുറിയാകും. ഇതേമാതിരി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചാൽ എല്ലായിടത്തും ഉപ്പും പുളി ഇഞ്ചി മസാലയും ഒക്കെ അങ്ങോട്ട് എത്തിക്കിട്ടും. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇറച്ചി പെട്ടെന്ന് ആകും ചിച്ചും. ഈ ആവി കടന്നിട്ട് ഇറച്ചി നന്നായിട്ട് സോഫ്റ്റ് ആകും. അങ്ങോട്ട് എന്താ വെച്ചാൽ ഒരു 3 തള്ളക്കയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ചെറിയൊരു ചട്ടിയാണ്, ശരിക്കും കുറച്ച് ചട്ടി വലുപ്പം വേണം. അപ്പൊ ഞാൻ എന്തായാലും ഇതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. 2-3 തള്ളക്കയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ചിന്തിച്ചാൽ ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പൊ ശരിക്ക് ആ നീര് കൂട്ടിച്ച് നമുക്ക് 2 ചപ്പാത്തി തിന്നാം. എന്നിട്ട് നമ്മൾ ഈ ചട്ടി കത്തിയെടുക്കുക. സൗകര്യമുള്ളവർക്ക് 7 നടക്കാം, 9 നടക്കാം, 11 നടക്കാം. ഞാനൊരു 7 അടി നടന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നേരെ അടുപ്പിന്റെ മുകളിൽ വെക്കുക, തിരിച്ച് കത്തിക്കുക, നേരെ അടുപ്പിന്റെ മുകളിലാണ് കയറ്റി വെച്ചു കൊടുക്കുക. അതേമാതിരി തന്നെ മൂടി കച്ചിലെടുക്കാൻ നമ്മളൊരു 7 അടി നടക്കാം. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു വ്യായാമം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ന് ഒരു വിധമുള്ള കിച്ചണൊന്നും അങ്ങനത്തെ സംവിധാനങ്ങളില്ല. എന്തായാലും ഒരു 120 സെക്കൻഡ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഇതേമാതിരിയായിട്ട് എനിക്ക് കൂടുതൽ വെള്ളം പാരാൻ പറ്റൂല, തിളച്ചു പുറത്തു പോകും. തിളച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ രുചി പോകും. അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കുക്കറിൽ ഉണ്ടാക്കാതെ മൺചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കണേണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇപ്പൊ നല്ല തിളച്ചു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കൂടുതൽ വെന്തിട്ടില്ല. എന്തായാലും വേണ്ട. പിന്നെ അതിലേക്ക് 2 പോത്ത് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഉള്ളി മറ്റുള്ള സാധനങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ, വെറും തക്കാളിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ഇറച്ചി വാങ്ങാൻ കായുണ്ടോ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം കൂടിയാണത്. ഒന്നാലും മൂടി വെക്കുക. ഞാൻ ചെറിയ തിജിൽ വെച്ച് വെട്ടി തിളപ്പിച്ചാണെങ്കിൽ കൂടുതൽ വെള്ളം പാരാൻ പറ്റൂല, അതുകൊണ്ടാണ് അങ്ങനെ വേവിച്ചത്. എന്തായാലും ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കോലത്തിലായിട്ടുണ്ട്, അടി പിടിച്ചിട്ടുന്നില്ല, നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ ഉള്ളി തൂമിച്ച് പാരണവർക്ക് അത് പാരാ, അതിന് കുഴപ്പമില്ല. എന്തായാലും വേണം. ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചാണ്. പിന്നെ ഒരു കുറച്ച് മല്ലിച്ചപ്പും വേപ്പിന്റെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കാം. കുറച്ച് വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഒഴിച്ചു. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ കൊടുത്തുകൊണ്ടെങ്കിൽ ഈ ലാസ്റ്റ് പറഞ്ഞ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിന്റെ മണയിക്കാര ഇറച്ചിയിൽ കയറി നിൽക്കുക. ഇതിപ്പോ ഞാൻ ഉസ്താദുമാര് പറഞ്ഞിട്ട് ചെയ്യണ വീഡിയോ എന്നല്ല, നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. ഉസ്താദുമാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നേരെങ്കിലും നാടൻ ഭക്ഷണത്തിനാണ്. അത് രാത്രിക്കാണെങ്കിൽ വളരെ വൃത്തിയായി ഇറച്ചി മീനും കോയൊക്കെ ഉച്ചക്കാണ് ഏറ്റവും നല്ലത്. ഉസ്താദുമാർക്ക് ചിലവുള്ള ദിവസം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി വെയിക്കൊന്നും പറഞ്ഞിട്ടോ, ചിലവില്ലാത്ത ദിവസം ഉണ്ടാക്കിയിട്ട് ഒന്ന് പരിശു നോക്കും. ഇഷ്ടപ്പെട്ട ഉസ്താദുമാർക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിന്നാം. എന്റെ കുടിയിലൊക്കെ ഉസ്താദുമാർക്ക് ചിലവുള്ള ദിവസം ഞാൻ വടക്കണിക്ക് തന്നെ പോക്കിച്ചില്ല. അഥവാ കർഷകത്തിന് നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ ഉപ്പിന്റെ കൊടുത്തോല് പഞ്ചാരട്ടാലേ അത് മുയിമ നമ്മളെ പഠനയിലേക്കാണ്. ഞാൻ സാഹസം തന്നെ ഉടലില്ല സത്യം. കുട്ടികളെ പേടിച്ചിട്ടല്ല, ഉസ്താദുമാർക്ക് കൊടുക്കേണ്ട മുതൽ കേട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരോട് മുണ്ടാൻ തന്നെ പോക്കി. ഞങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് ഉസ്താദുമാർക്ക് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പറ്റിയിട്ടേക്കാരാ മഹലിൽ ചർച്ച. അത്രക്കും വെറൈറ്റി ആയിട്ടാണ്. അപ്പൊ എല്ലാവരും പരീക്ഷ നോക്കുക, കാണുമ്പോൾ കാണാ ബൈ, നിങ്ങളെ പാടായി.